ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഒരു വൈകുന്നേരം പുഴയും വയലും നിറഞ്ഞ ഗ്രാമാന്തരീക്ഷം, മൂടിക്കെട്ടിയ സാഹചര്യം, ശക്തമായ കാറ്റ്, മഴ പെയ്യുമെന്ന് തന്നെ ഏവരും പ്രതീക്ഷിക്കുന്നു. നഗരത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന രഘു അവന്റെ ഗ്രാമത്തിലേക്ക് രാത്രിയിലെ അവസാന ബസ്സിന് മടങ്ങിയെത്തും എന്ന് കത്തെഴുതിയിരുന്നു. അതനുസരിച്ച് അച്ഛൻ രാഘവ ചാക്യാർ എന്ന റിട്ടയർഡ് സ്കൂൾ അധ്യാപകൻ പുഴക്കടവിൽ വള്ളത്തിൽ വന്നിറങ്ങുന്നു. കാറും കോളും കണ്ട് ഉഗ്രനൊരു മഴ പ്രതീക്ഷിച്ച വായനശാല നേരത്തെ പൂട്ടിയ നടത്തിപ്പുകാരൻ മാരാരുമായി രാഘവ ചാക്യാർ സംസാരിക്കുന്നു. എന്താ മാരാരെ, വായനശാല നേരത്തെ പൂട്ടിയോ? കാറ്റടിച്ചതിനകത്ത് ആകെ നാശായി. അക്കരെ പോവാ അല്ലേ? അതെ, ഞാൻ കവല വരെ പോവാ. എന്താ കവല വരെ? ബസ് ഇന്ന് വൈകുന്ന തോന്നണം. അത് കൃത്യം 7:10 കടവലെത്തും. ഇന്ന് രഘു വരും. ഇന്നത്തെ ഒടുക്കത്തെ ബസ്സിന് എത്തുന്ന അവന്റെ കത്ത്. പുഴക്കടവിൽ നിന്നും ചെമ്മൻ പാതയിലൂടെ നടന്ന് ബസ് വരുന്ന നാട്ടുകവലയിലെത്തിയ രാഘവ ചാക്യാർ ഒരു മരച്ചുവട്ടിൽ രഘുവിനെ കാത്തിരുന്നു. കവലയിൽ ആകെയുള്ളത് ഒരു ചായപ്പീടിക മാത്രമാണ്. കാത്തിരിപ്പ് നീളുന്നു. വയലിനക്കരെ എവിടെയോ ക്ഷേത്രത്തിൽ മണിമുഴങ്ങുന്നു. രാഘവ ചാക്യാർ തൊഴുകൈകളോടെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് വീണ്ടും മരച്ചുവട്ടിലിരിക്കുന്നു. ഇടയ്ക്ക് കയ്യിൽ വാച്ച് നോക്കുമ്പോൾ മണി 7:10. സമയമായിട്ടും ബസ് എത്താത്തതിൽ അക്ഷമനായ രാഘവ ചാക്യാർ വാച്ചിന്റെ സമയസൂചികകൾ കൃത്യമായി ഓടുന്നില്ലേ എന്ന സന്ദേഹം കൊണ്ട് അത് തട്ടി നോക്കുന്നു. ഇരുൾ വീണു തുടങ്ങിയ നാട്ടുകവലയിൽ ബസ് എത്തുമ്പോൾ രാഘവ ചാക്യാരുടെ മുഖം തെളിയുന്നു. പ്രതീക്ഷയുടെ തെളിച്ചം. ബസ്സിൽ നിന്ന് ഇറങ്ങി യാത്രികർ പല വഴിക്കായി നടന്നു നീങ്ങുന്നു. ഒടുവിലത്തെ ആളും പോയി കഴിഞ്ഞിട്ടും രഘുവിനെ കാണാത്തതിനാൽ അതേ ബസ്സിൽ വന്നിറങ്ങിയ രഘുവിന്റെ സഹപാഠി ഹരിയോട് രാഘവ ചാക്യാർ രഘുവിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. എന്തോ മറയ്ക്കാനുള്ളതുപോലെ ഹരി സംസാരിക്കുന്നു. രഘുവായിരുന്നു ആ വീടിന്റെ എല്ലാം എന്ന് പിന്നീടുള്ള കാഴ്ചകളിൽ പ്രേക്ഷകൻ അറിയുന്നു. അവന്റെ തിരോധാനം സൃഷ്ടിച്ച ശൂന്യത അവന്റെ സഹോദരിയിലും അമ്മയിലും രാഘവ ചാക്യാരിലും എത്രമാത്രമുണ്ട് എന്ന് പിന്നീടുള്ള രംഗങ്ങളിൽ തെളിയുന്നു. ഇങ്ങനെ വളരെ സരളമായ ഒരു പ്രമേയം എന്ന് തോന്നുന്ന കഥ പക്ഷേ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും അടങ്ങുന്ന ഒരു പ്രതിപാദനമായി വികസിക്കുകയും സ്ഥലകാല പരിമിതികളെ അതിജയിച്ച് ഏത് ദേശത്തും ഏത് ഭാഷ സംസാരിക്കുന്നവർക്കും അനുഭവവേദ്യമാകുന്ന ഒരു ചിത്രമായി മാറുകയുമായിരുന്നു. ദൃശ്യചിഹ്നങ്ങളിലൂടെ മാത്രമാണ് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അധികാരികൾക്ക് നേരെയുള്ള സമൂഹത്തിന്റെ പൊതുബോധത്തിൽ നിന്നുണ്ടാകുന്ന വിയോജിപ്പുകളെ എത്ര ക്രൂരമായി നേരിടുന്ന ഫാസിസ്റ്റ് രീതി ഒരു സംഭാഷണം കൊണ്ട് പ്രേക്ഷകന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അധികാരത്തിലിരിക്കുന്നവരെ വിമർശിച്ചതിന്റെ പേരിൽ രഘുവിനെ കസ്റ്റഡിയിലെടുക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്തു എന്ന് രഘുവിനെ അന്വേഷിച്ചു ചെന്ന രാഘവ ചാക്യാർ മുറിയിൽ നിന്നിറങ്ങിപ്പോയതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ സുഹൃത്തിനോട് പറയുന്ന സംഭാഷണം. നന്നായി വരും, ഈ സന്മനസ്സിന് ദൈവം തരും. കസ്റ്റഡിയിലെടുക്കാനും പെരുമാറാനും ഇവരൊക്കെ തന്നെയാ വിളിച്ചു പറഞ്ഞത്. ഒന്ന് പെരുമാറുമ്പോഴേക്കും കഥ കഴിയും. അതറിഞ്ഞിട്ട് പിന്നെ എന്തിനായി വയസ്സിനൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? നേതാവിനെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബക്കാരാ. എന്നാ പിന്നെ ഇതൊരു ദക്ഷിണയായിട്ട് എടുത്താ പോരെ? സിനിമ അവസാനിക്കുന്നത് മകന് നഷ്ടപ്പെട്ട തിരിച്ചറിവിൽ വിഭ്രാന്തിയുടെ ലോകത്തിലേക്ക് യാത്രയാവുന്ന രാഘവ ചാക്യാരുടെ രംഗങ്ങളിലൂടെയാണ്. ആ ദുരന്തമേൽപ്പിച്ച ആഘാതത്തിൽ അദ്ദേഹത്തിന്റെ മനോനില തെറ്റുന്നു. ഒടുവിൽ അദ്ദേഹത്തിന്റെ അവസ്ഥകളും ജൽപ്പനങ്ങളും കുടുംബത്തിന്റെ തകർച്ചയും മാത്രം. ദേവകി, ഉണ്ണി എത്തി. മാലതി, നിന്റെ അനിയൻ വന്നിടക്കണു. വരൂ, വരൂ, വരൂ. ഓപ്പളക്ക് നിന്നെ കാണാൻ ധൃതി ഉണ്ടാവും. കാലൊന്നും കരുതാൻ നിൽക്കണ്ട ഉണ്ണി, വേഗം കേൾക്കൂ. ദേവകി, മോനെ ഇനി എങ്ങും വിടണ്ട. നോന്റെ മോനെ വളർത്താനുള്ള ഒരു നിയമവും നമുക്കില്ലാത്രേ. അവനെ എങ്ങും വിടണ്ട, എങ്ങും വിടണ്ട. കണ്ണീരിനും വിലാപത്തിനും ചേരുന്ന പശ്ചാത്തലമായി മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. കടവിൽ കെട്ടിയിടാൻ കഴിയാതിരുന്ന കടത്തുവെള്ളം പുഴയിലൂടെ അകലേക്ക് ഒഴുകിപ്പോകുന്നു. ഇങ്ങനെ ദൃശ്യങ്ങൾ കൊണ്ട് ദർശനവും കാഴ്ചയും സമ്മാനിച്ച ചലച്ചിത്രം
അത് സമ്മാനിച്ചതോ പ്രതിഭ ഷാജി എൻ കരുൺ. മലയാളത്തിൽ നവതരംഗ സിനിമകൾ പിറവിയെടുത്ത കാലത്ത് കേരളത്തിൽ ആ പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ ഒരാളായ ജി അരവിന്ദന്റെ ക്യാമറാമാനായിട്ടായിരുന്നു ഷാജി എൻ കരുണിന്റെ രംഗപ്രവേശം. അതിനു മുന്നേ തന്നെ അദ്ദേഹം മികച്ച ഫോട്ടോഗ്രാഫറായിരുന്നു. വീട്ടിലും നാട്ടിലും ഫോട്ടോ എടുത്ത് നടന്ന ഒരു കാലം. ഫോട്ടോഗ്രാഫിയാണ് സിനിമയെന്ന് മനസ്സിലാക്കിയത് ആ കാലത്താണ്. അങ്ങനെയാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപേക്ഷ അയക്കുന്നത്. അതേസമയത്ത് തന്നെ MBBS-നും പ്രവേശനം കിട്ടി. പൂനെയിൽ അഭിമുഖത്തിനായി മുന്നിലെത്തിയത് മൃണാൾ സെൻ ആയിരുന്നു. അദ്ദേഹം താനെടുത്ത ഫോട്ടോകളെക്കുറിച്ച് നല്ലത് പറഞ്ഞതോടെ ആ നിമിഷം MBBS ഉപേക്ഷിച്ച് പൂനെയിൽ കൂടി. അവിടെ നിന്ന് 1ാം റാങ്കോടെയാണ് പിന്നെ മടങ്ങിയത്. തുടർന്ന് മലയാളത്തിന് ലഭിച്ചത് മികച്ച സിനിമകളും മികച്ച സിനിമയുടെ ദൃശ്യാവിഷ്കാരങ്ങളും. അദ്ദേഹത്തിന്റെ വിയോഗം ലോകത്തിലെ പല രാജ്യങ്ങളിലുള്ള എത്രയോ സിനിമാ പ്രേമികളെ സങ്കടത്തിലാഴ്ത്തുന്നുണ്ട്. അതിന്റെ കാരണം ലളിതമാണ്. മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സങ്കടത്തിന്റെയും പ്രണയത്തിന്റെയും സ്വപ്നത്തിന്റെയും ഒക്കെ ലോകഭാഷയിലാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ സംസാരിച്ചത്. ഇന്ന് മനോരമയുടെ മുഖപ്രസംഗം പറയുന്നത് പോലെ സെക്കൻഡിൽ 24 ഫ്രെയിമുകളിലായി മിടിക്കുന്ന തിരശീലയിൽ ജീവിതത്തിന്റെ ശ്വാസം കണ്ടെത്തിയ ഒരാളുടെ വേർപാടാണിത്. സിനിമയെ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ഇത്രയും അഗാധമായതും. സംവിധാനത്തിലും ഛായാഗ്രഹണത്തിലും ലോക സിനിമയ്ക്ക് മലയാളം സമ്മാനിച്ച അഭിമാന വിലാസങ്ങളിൽ ഒന്നാണ് ഷാജി എൻ കരുൺ. അദ്ദേഹത്തിന് ആദരാഞ്ജലി.